ആവർത്തനം അധ്യായം 3. ദൈവമേ, നിന്റെ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുത കാര്യങ്ങളെ കാണുവാൻ എൻ്റെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ആമീൻ. അനന്തരം നാം തിരിഞ്ഞു ബാശാനിലേക്കുള്ള വഴിയെ പോയി. അപ്പോൾ ബാശാൻ രാജാവായ ഓഗും അവൻ്റെ സർവ്വജനവും നമ്മുടെ നേരെ പുറപ്പെട്ടു. എദ്രേയിൽ വെച്ച് പടയേറ്റു. കർത്താവിനോട് പറഞ്ഞു, അവനെ ഭയപ്പെടരുത്, ഞാൻ അവനെയും അവൻ്റെ സർവ്വജനത്തെയും ദേശത്തെയും നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. ഹെശ്ബോനിൽ പാർത്തിരുന്ന അമോര്യ രാജാവായ സീഹോനോട് ചെയ്തതുപോലെ നീ അവനോട് ചെയ്യുക. അങ്ങനെ നമ്മുടെ ദൈവമായ കർത്താവ് ബാശാൻ രാജാവായ ഓഗിനെയും അവൻ്റെ സകല ജനത്തെയും നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചു. ആരും ശേഷിക്കാതെ വണ്ണം നാം അവനെ സംഹരിച്ചു. അക്കാലത്ത് നാം അവൻ്റെ എല്ലാ പട്ടണങ്ങളും കീഴടക്കി. നാം അവരിൽ നിന്ന് പിടിക്കാത്ത ഒരു പട്ടണവും ഉണ്ടായിരുന്നില്ല. ബാശാനിലെ ഓഗിൻ്റെ രാജ്യമായ 60 പട്ടണങ്ങളുള്ള അർഗോബ് ദേശം മുഴുവനും നാട്ടിൻ പുറങ്ങളിലെ അനവധി ഗ്രാമങ്ങളും പിടിച്ചു. ആ പട്ടണങ്ങളെല്ലാം ഉയർന്ന മതിലുകളും കോട്ടവാതിലുകളും ഓടാമ്പലുകളും കൊണ്ട് ഉറപ്പിച്ചിരുന്നു. ഹെശ്ബോൻ രാജാവായ സീഹോനോട് ചെയ്തതുപോലെ ഓരോ പട്ടണവും പുരുഷന്മാരും സ്ത്രീകളും കുഞ്ഞുങ്ങളും ഉൾപ്പെടെ നാം നിർമൂലമാക്കി. എന്നാൽ നാൽക്കാലികളെയും പട്ടണങ്ങളിലെ കൊള്ളവസ്തുക്കളും നാം എടുത്തു. ഇങ്ങനെ അക്കാലത്ത് അമോര്യരുടെ 2 രാജാക്കന്മാരുടെയും കയ്യിൽ നിന്ന് യോർദാൻ അക്കരെ അർന്നോൻ താഴ്വര തുടങ്ങി ഹെർമോൻ പർവ്വതം വരെയുള്ള ദേശവും പിടിച്ചു. സീദോന്യർ ഹർത്തോ സിര്യോൻ എന്നും അമോര്യർ അതിന് സെനീർ എന്നും പേർ പറയുന്നു. സമഭൂമിയിലെ എല്ലാ പട്ടണങ്ങളും ഗിലെയാദ് മുഴുവനും ബാശാനിലെ ഓഗിൻ്റെ രാജ്യത്തുൾപ്പെട്ട സൽക്ക, എദ്രേയി എന്നീ പട്ടണങ്ങൾ വരെയുള്ള ബാശാൻ മുഴുവനും നാം പിടിച്ചു. ബാശാൻ രാജാവായ ഓഗ് മാത്രമേ മല്ലന്മാരിൽ ശേഷിച്ചിരുന്നുള്ളൂ. ഇരുമ്പ് കൊണ്ടുള്ള അവൻ്റെ കട്ടിൽ അമോന്യ നഗരമായ റബ്ബയിൽ ഇപ്പോഴും ഉണ്ട്. അതിന് 9 മുഴം നീളവും 4 മുഴം വീതിയും ഉണ്ട്. ഈ ദേശം നാം അക്കാലത്ത് പിടിച്ചടക്കി. അർന്നോൻ താഴ്വരയ്ക്കു സമീപമുള്ള അരോവർ മുതൽ ഗിലെയാദ് മലനാടിൻ്റെ പകുതിയും അവിടെയുള്ള പട്ടണങ്ങളും ഞാൻ രൂബേന്യർക്കും ഗാദ്യർക്കും കൊടുത്തു. ശേഷം ഗിലെയാദും ഓഗിൻ്റെ രാജ്യമായ ബാശാൻ മുഴുവനും അർഗോബ് ദേശം മുഴുവനും ഞാൻ മനശ്ശെയുടെ പാതിഗോത്രത്തിന് കൊടുത്തു. ബാശാന് മുഴുവനും മല്ലന്മാരുടെ ദേശം എന്ന് പേർ പറയുന്നു. മനശ്ശെയുടെ മകനായ യായീർ ഗശൂര്യരുടെയും മാക്കാത്യരുടെയും അതിർത്തി വരെ അർഗോബ് ദേശം മുഴുവനും പിടിച്ചു. തൻ്റെ പേരിൻ പ്രകാരം ബാശാന് ഹവോത്ത് യായീർ എന്ന് പേരിട്ടു. ഇന്ന് വരെ ആ പേർ തന്നെയാണ് പറഞ്ഞു വരുന്നത്. മാക്കീരിന് ഞാൻ
ഗിലെയാദ് ദേശം കൊടുത്തു. രൂബേന്യർക്കും ഗാദ്യർക്കും ഗിലെയാദ് മുതൽ അർന്നോൻ താഴ്വരയുടെ മുഖ്യ പ്രദേശവും അതിരും അമോന്യരുടെ അതിർത്തിയായ യബ്ബോക്ക് തോടുവരെയും കിന്നേരേത്ത് തുടങ്ങി കിഴക്കോട്ട് പിസ്ഗയുടെ ചരിവിന് താഴെ ഉപ്പുകടൽ വരെ സമതലവും യോർദാൻ ദേശവും ഞാൻ കൊടുത്തു. അക്കാലത്ത് ഞാൻ നിങ്ങളോട് ആജ്ഞാപിച്ചു, നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് ഈ ദേശം അവകാശമായി തന്നിരിക്കുന്നു. നിങ്ങളിൽ യുദ്ധവീരന്മാരായ എല്ലാവരും ഇസ്രായേല്യരായ നിങ്ങളുടെ സഹോദരന്മാർക്ക് മുമ്പായി യുദ്ധസന്നദ്ധരായി കടന്നു പോകണം. നിങ്ങളുടെ ഭാര്യമാരും മക്കളും നിങ്ങളുടെ ആടുമാടുകളെല്ലാം ഞാൻ നിങ്ങൾക്ക് തന്നതായ പട്ടണങ്ങളിൽ ഇരിക്കട്ടെ. ആടുമാടുകൾ നിങ്ങൾക്ക് വളരെ ഉണ്ട് എന്ന് എനിക്കറിയാം. കർത്താവ് നിങ്ങളെപ്പോലെ നിങ്ങളുടെ സഹോദരന്മാർക്കും വിശ്രമം നൽകുകയും യോർദാനക്കരെ നിങ്ങളുടെ ദൈവമായ കർത്താവ് അവർക്ക് കൊടുക്കുന്ന ദേശം അവർ കൈവശമാക്കുകയും ചെയ്യുന്നതുവരെ ഇങ്ങനെ ഇരിക്കട്ടെ. പിന്നെ ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുള്ള അവകാശത്തിലേക്ക് മടങ്ങിപ്പോകണം. അക്കാലത്ത് ഞാൻ യോശുവയോട് ആജ്ഞാപിച്ചു, നിങ്ങളും ദൈവമായ കർത്താവ് ആ 2 രാജാക്കന്മാര് ചെയ്തതെല്ലാം നീ കണ്ടുവല്ലോ. നീ കടന്നു ചെല്ലുന്ന സകല രാജ്യങ്ങളോടും കർത്താവ് അങ്ങനെ തന്നെ ചെയ്യും. നിങ്ങൾ ഭയപ്പെടരുത്. നിങ്ങളുടെ ദൈവമായ കർത്താവത്രേ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത്. ഞാൻ ദൈവത്തോട് അപേക്ഷിച്ചു, കർത്താവായ ദൈവമേ, നിന്റെ മഹത്വവും നിന്റെ ഭുജശക്തിയും എന്നെ കാണിച്ചു തുടങ്ങിയല്ലോ. നിന്റെ ക്രിയകൾ പോലെയും നിന്റെ വീര്യപ്രവൃത്തികൾ പോലെയും ചെയ്യുവാൻ കഴിയുന്ന ദൈവം സ്വർഗത്തിലോ ഭൂമിയിലോ മറ്റാരുള്ളൂ? ഞാൻ കടന്നു ചെന്ന് യോർദാൻ അക്കരെയുള്ള നല്ല ദേശവും മനോഹരമായ പർവ്വതവും ലെബാനോനും ഒന്ന് കണ്ടുകൊള്ളട്ടെ എന്ന് പറഞ്ഞു. എന്നാൽ ദൈവം നിങ്ങളുടെ നിമിത്തം എന്നോട് കോപിച്ചിരുന്നു, എൻ്റെ അപേക്ഷ കേട്ടുമില്ല. ദൈവം എന്നോട്, മതി, ഈ കാര്യത്തെക്കുറിച്ച് ഇനി എന്നോട് സംസാരിക്കരുത്. പിസ്ഗരുടെ മുകളിൽ കയറി തല ഉയർത്തി പടിഞ്ഞാറോട്ടും വടക്കോട്ടും തെക്കോട്ടും കിഴക്കോട്ടും നോക്കി കാണുക. യോർദാൻ നീ കടക്കുകയില്ല. യോശുവയോട് കൽപ്പിച്ചു അവനെ ധൈര്യപ്പെടുത്തി ഉറപ്പിക്കണം. അവൻ നേതാവായി ഈ ജനത്തെ അക്കരെ കടത്തും. നീ കാണുന്ന ദേശം അവൻ അവർക്ക് അവകാശമായി ഭാഗിച്ചു കൊടുക്കും എന്ന് അരുളി ചെയ്തു. അങ്ങനെ നാം പെയോരിന്റെ താഴ്വരയിൽ പാർത്തു. ദൈവമേ, സ്തുതി, നിനക്ക് യോഗ്യമാകുന്നു. പാർക്കുമോ.